നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ആകപ്പാടെ വിഷമത്തിലായി പോയി. നന്ദു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദു അനിയോട് പറഞ്ഞു, നിനക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറയാൻ മേലായിരുന്നോടാ ഇക്കാര്യത്തെ കുറിച്ചൊക്കെ. എങ്കിൽ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആകുമായിരുന്നോ? എടി അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? അതുകൊണ്ടല്ലേ നീ പറയാതിരുന്നേ. എടി ഞാനിത് ഇങ്ങനെയൊക്കെ ആവുന്നു വിചാരിച്ചില്ല. പിന്നെ എങ്ങനെയാവും ഓർത്താ നീ ഇരുന്നത്? കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചാൽ ഇത്രയും പ്രശ്നം ഇത്രയും കോംപ്ലിക്കേഷൻ ആയത് കാര്യങ്ങളൊക്കെ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവത്തില്ലായിരുന്നു. അപ്പോഴാണ് ഗോവിന്ദന്റെ ഫോൺ വരുന്നത്, നന്ദുവിന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. അങ്ങനെ ഒടുവില് നന്ദുവിന് ആകെപ്പാടെ ടെൻഷനായി. നന്ദു പറഞ്ഞു, ഇതേ അച്ഛൻ വിളിക്കുന്നുണ്ട്. മിക്കവാറും നവീനേട്ടൻ അവിടെ ചെന്ന് കാണും. കല്യാണാലോചനയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്. അയ്യോ, എങ്കിൽ നീ ഇപ്പൊ കോൾ എടുക്കണ്ട. എടാ, കോൾ എടുക്കാതിരുന്നിട്ട് എന്താവാനായിട്ടാ? നീ പിന്നെ എങ്ങാനും കോൾ എടുത്താൽ മതി. ഇപ്പൊ എടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയും. എടാ, നിനക്കിത് പറയാം, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ നിനക്കോ? പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. നല്ലൊരു ആലോചനയല്ലേ വന്നിരിക്കുന്നേ, അതും വക്കീലിന്റെ ആലോചന. പിന്നെ ഞാൻ എന്തിനാ സന്തോഷിക്കാതിരിക്കണേ? അത് കേട്ടപ്പോ ഹനി പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എങ്ങാനും സമ്മതം മൂളിട്ടാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞു. എങ്കിൽ കൊല്ലടാ, നീ എന്നെ കൊല്ലടാന്ന് പറഞ്ഞോണ്ട് ഹനിയുടെ കൈയെടുത്ത് തന്റെ കഴുത്തിലേക്ക് വെക്കുവാണ് നന്ദു. ഇതിനേക്കാളും ഭേദം അതാ. എടി, നീ ഒരു കാര്യം ചെയ്യ, കോൾ എടുക്കാതിരിക്കുക. എന്നിട്ട് ഇപ്പൊ പോവണ്ടാന്ന് പറഞ്ഞു. എടാ, ഞാൻ എത്ര സമയം പോവാതിരിക്കും? എത്ര നാൾ പോവാതിരിക്കും? എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് ചെന്നല്ലേ മതിയാകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ എല്ലാരും അറിഞ്ഞു കഴിയുമ്പോ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. എന്റെ ദൈവമേ, ഏത് സമയത്താണോ എന്തോ നിന്നെ പ്രേമിക്കാൻ തോന്നിയത്. എടാ, നീ ഇങ്ങനെ ഒരുത്തരായി പോയല്ലോ. ഇതുപോലെ മന്ദൂത്തിയായി പോവരുതായിരുന്നു എന്റെ അനി. നിനക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറയുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. എടി, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി നീ എന്നോട് ക്ഷമിക്ക്. എല്ലാം കഴിഞ്ഞിട്ട് സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര ഈസി ആയിട്ടാ നീ പറയണം. നിന്നെ ഉണ്ടല്ലോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എതിരോടെങ്കിലും ഒന്ന് പോവാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അനിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ഇതേ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ ASI സക്കറിയ മറ്റൊരു സഹപ്രവർത്തന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടിരിക്കുന്ന ഒരു ഫയൽ എടുത്തിട്ട് അതങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. ഓ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ജോലി ചെയ്യുന്നത്. നന്ദുമാട ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം. അല്ലായിരുന്നെങ്കിൽ വെറുതെ ഇരുന്നോണ്ടിരുന്ന. അപ്പോഴാണ് നവീൻ വക്കീലിന്റെ വരവ്. നവീൻ വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ആഹാ, വക്കീല് വന്നോ? എന്തൊക്കെയുണ്ട് വക്കീലെ വിശേഷങ്ങള്? കുറെ ദിവസങ്ങളായല്ലോ കണ്ടിട്ടെന്ന് പറഞ്ഞു. സുഖമായിട്ടിരിക്കുന്നു. അല്ല, നന്ദു ഇല്ലേ? നന്ദുമാട ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. എവിടെ പോയതാ? എവിടെ പോയതാന്ന് അറിയത്തില്ല. പുറത്തേക്ക് കണ്ടു പോയതാ. ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് പുറത്തൂടെ കറങ്ങി നടക്കുമെന്ന് പറഞ്ഞു. കറങ്ങി നടക്കാനോ? അതെ, അനന്തപുരിയിലെ പയ്യനുമായിട്ട് കറങ്ങി നടക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ ഒരു ഞെട്ടലുണ്ടായി നവീന്റെ മുഖത്ത്. അപ്പോഴേക്കും സക്കറിയ പറഞ്ഞു, അയ്യോ എന്റെ പൊന്നു സാറേ, ഞാനിത് പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ല, പിന്നെ എനിക്കുള്ള പണിഷ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞു. എന്നെ വെറുതെ വിടില്ല നന്ദു മാഡം. എടോ, ഞാൻ പറയാനൊന്നും പോകുന്നില്ല, താൻ കാര്യം പറ. എങ്കിൽ ഞാൻ പറയാം. ആ അനിയെന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ ഈ നന്ദുമാടത്തിനെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. സാധാരണ നന്ദുമാട ആരുടെ മുന്നിൽ തല ഉനിക്കാത്ത ആളാ. പക്ഷേ ആ പയ്യന്റെ മുന്നിൽ മാത്രം നന്ദുമാടം തല ഉനിക്കേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞു. എടാ, അത് അങ്ങനെയൊന്നുമില്ല. അവര് തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാ. പിന്നെ ഫ്രണ്ട്ഷിപ്പ് സാറേ, ഫ്രണ്ട്ഷിപ്പോ അല്ലാത്ത ബന്ധവും കണ്ടാലേക്ക് എനിക്കറിയാം. ഒന്നുമല്ലേലും സാറിന് വക്കീല. പക്ഷെ സാറിനേക്കാളും ഒരു 5-8 കൂടെ കൂടുതൽ ഉണ്ടയാളാ ഞാൻ. അപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഫ്രണ്ട്ഷിപ്പാണോ അല്ലാത്ത ബന്ധമാണോ എന്നൊക്കെ. സാറിനറിയാവോ, ഒരിക്കൽ അനിയെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നന്ദുമാടം പിടിച്ചു. ഇവിടെ കൊണ്ടത് ലോക്കപ്പിലിട്ടു. അയാൾക്ക് എത്ര സന്തോഷമായിരുന്നു അറിയാവോ ലോക്കപ്പിൽ കിടക്കാനായിട്ട്. കാരണം നന്ദുമാട് കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ അതൊക്കെ കണ്ട ആൾക്കാരല്ലേന്ന് ചോദിച്ചു. സാറിന് അതൊന്നും മനസ്സിലാവാത്തോണ്ടാ. അവര് തമ്മിലെ ഭയങ്കര ഇഷ്ടത്തില. നന്ദുവിന് അങ്ങനെയൊന്നുമില്ല. അത് സാറിന് തോന്നുന്ന. എന്റെ സാറേ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എന്തൊരു ടെൻഷനിലായിരുന്നു അറിയാം നന്ദുമാടം. കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്താ ഏതാന്ന്. എല്ലാവരും ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ. പിന്നീടാണ് അറിഞ്ഞേ അനന്തപുരിയിലെ പയ്യന്റെ കല്യാണം ഉറപ്പിലും കാര്യങ്ങളാന്ന്. അത് മുടങ്ങി കഴിഞ്ഞപ്പോഴാ മാടത്തിന്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകുന്നേ. അതൊക്കെ ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. ഇപ്പോഴേതേലും ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോയിരിക്കുന്നുണ്ടായിരിക്കും രണ്ടുപേരും കൂടെ. അതൊന്നും സാറിന് അറിയത്തില്ലാത്തോണ്ടാന്ന് പറഞ്ഞു. പിന്നെ സാറേ, ഞാനിത് പറഞ്ഞെന്നൊന്നും പറഞ്ഞേക്കരുതേ. നൈറ്റും കൂടെ ഡ്യൂട്ടി എടുപ്പിച്ച് എന്നെ കൊല്ലാക്കൊല ജയിക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങി. നവീന്റെ മനസ്സിൽ വലിയൊരു സ്ഫോടനം തന്നെയാണ് നടന്നത്. കാരണം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളൊക്കെയാണല്ലോ കേട്ടത്. ഇതേ സമയത്ത്
കനകയും ഗോവിന്ദനും നല്ല ടെൻഷനിൽ തന്നെയായിരുന്നു. നന്ദുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കനക, നീ അല്ലേ പറഞ്ഞ് അവളോട് ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിക്കണമെന്ന്, അതുകൊണ്ടല്ല ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചേ. അത് പിന്നെ ഗോവിന്ദേട്ടൻ, ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പക്ഷെ ആ നവീൻ മോനെ ആലോചനയായിട്ട് വരുകയും ചെയ്തു. നന്ദുവിനെ ഒന്ന് വിളിച്ച് പറയാനും പറ്റിയിട്ടില്ല. അല്ല, നന്ദുവിനോട് നവീൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ. കനക പറഞ്ഞു, അത് ശരിയാ, അതുകൊണ്ട് കാര്യങ്ങൾ ഇനി കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. ഇനി അവളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ. അല്ല ഗോവിന്ദേട്ടാ, ഒരു പക്ഷേ ഈ പറയുന്ന നന്ദുവിന് നവീനെ ഇഷ്ടമായിരിക്കും എന്ന് ചോദിച്ചു. അതെന്താ? അല്ല, നവീനും നന്ദു തമ്മിൽ നല്ല ഫ്രണ്ട്സാ. ഇടയ്ക്കിടയ്ക്ക് നവീൻ ഇവിടെ വരാറുണ്ട്, അവർ കുറെ സമയം സംസാരിക്കാറുണ്ട്. ഇനിയിപ്പം നന്ദുവിന്റെ മനസ്സിൽ നവീനോട് വല്ല പ്രണയം ഉണ്ടായിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ ജോത്സ്യർ അങ്ങനെ പറഞ്ഞേ. കാരണം സ്നേഹിക്കുന്ന ആളെ മാത്രം വിവാഹം കഴിക്കുള്ളെന്ന്. അപ്പൊ നവീനോട് പ്രണയം ഉണ്ടെങ്കിൽ ജോത്സ്യർ പറഞ്ഞ പോലെ നന്ദു നവീനെ ആയിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നേ. ഗോവിന്ദൻ പറഞ്ഞു, ചിലപ്പോ അങ്ങനെ ആവാനും വഴിയുണ്ട്. കന പറഞ്ഞു, ദൈവമേ, എന്റെ ഗോവിന്ദേട്ട അങ്ങനെ ആയാ മതിയായിരുന്നു പറഞ്ഞു. അല്ല, നന്ദു ആണ് കോളും എടുത്തിട്ടില്ലോ, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാന്നും പറഞ്ഞുകൊണ്ട് കനക വിളിച്ചു നോക്കുവാണ്. പക്ഷെ കോൾ എടുത്തില്ല. ശേ, എടുക്കുന്നില്ലോ ഗോവിന്ദേട്ട, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ആദർശ് മോനോടും നയനമോളോടും പറയാം അവള് പിണങ്ങിയാ പോയെന്നുള്ള കാര്യം. ഇനിയിപ്പൊ അവളുടെ പിണക്കം മാറ്റാനായിട്ട് അവരെ കൊണ്ടാ സാധിക്കുള്ളെന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ. പിന്നെ ഒരു കാര്യം കനകെ, എങ്ങാനും ഈ ബന്ധത്തിന് നവീന്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നീ വെറുതെ ഓരോ കാര്യങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചേക്കരുത്, അറിയാലോ. അങ്ങനെയൊന്നുമില്ല ഗോവിന്ദേട്ടാ, നവീന്റെ അമ്മയ്ക്ക് തന്റേടുകളായ പെൺകുട്ടികളെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ജോലിക്കാരായ പെൺകുട്ടികളെ ഇഷ്ടമില്ല എന്നൊക്കെയാ പറഞ്ഞേ. നവീന്റെ വീട്ടുകാർ സമ്മതിക്കാതെ ഈ ബന്ധമായിട്ട് നമ്മൾ മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, അതങ്ങനെ തന്നെ വേണം. കാരണം നീ നിർബന്ധം പിടിച്ച് ഈ ബന്ധം നടത്താനൊന്നും ശ്രമിക്കരുത്, അറിയാലോ. നമ്മുടെ മൂത്ത രണ്ട് മക്കളുടെയും കാര്യം എനിക്കറിയാം ഗോവിന്ദേട്ടാ. അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലേക്ക് പോകാൻ സമയത്ത് ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ മക്കളെ കാണാൻ പോലും എനിക്ക് ആദ്യകാലത്തൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. എല്ലാവർക്കും പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിവാഹമായിട്ട് നമ്മൾ മുന്നോട്ട് പോകത്തുള്ളെന്ന് ഗോവിന്ദന് ഉറപ്പ് കൊടുത്തു കനക. ഇതേ സമയത്ത് നവീനാണെങ്കിൽ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് നന്ദുവിനെ കുറിച്ചും അനിയെക്കുറിച്ചും അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒടുവില് അവർ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബീച്ചിനടുത്ത് റെസ്റ്റോറന്റ് ഉണ്ട്, അവിടേക്ക് ചെന്നു. അവിടെ ചെന്ന് മാനേജറുമായിട്ട് അടുപ്പാണ് നവീന്. അപ്പൊ നവീന് നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറഞ്ഞു, സാറേ, ഇടയ്ക്കിടയ്ക്ക് നന്ദുമാടോ ആ പയ്യനോട് വരാറുണ്ടെന്ന് പറഞ്ഞു. അവരിവിടെ വന്ന് കുറെ സമയം ചെലവഴിച്ചിട്ടൊക്കെയാ പോകാറുള്ളത്. പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു ഇരിപ്പും മട്ടും ഭാവവും കണ്ട് എനിക്ക് തോന്നേ അവർ തമ്മിൽ പ്രണയത്തിലാന്ന് തോന്നേ. അങ്ങനെ തനിക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് സാറേ, എനിക്കത് തോന്നിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ പറയുന്ന നന്ദു മാഡത്തിന്റെ ബർത്ത്ഡേക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഞാനാണ് സെറ്റ് ചെയ്ത് കൊടുത്തേ. പിന്നെ ബീച്ചിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നന്ദു മാഡം സമയത്തെത്തിയില്ല. അന്ന് ഈ പറയുന്ന അനിന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അയാൾ പിണങ്ങിപ്പോയി. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നന്ദുമാടം എത്തി കേട്ടോ. പക്ഷെ എങ്കിൽ അപ്പോഴേക്കും അനി പിണങ്ങി പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ടായെന്ന് എനിക്ക് തോന്നേ. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, അവർ തമ്മിൽ വലിയ ഇഷ്ടത്തിലാന്ന് പറഞ്ഞു. അല്ല, അവര് എത്ര നാളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? കുറെ കാലങ്ങളായി സാറേ വരാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ഈ വരുന്ന സമയത്ത് നന്ദു മാഡത്തിന്റെ അയാളുടെയും കൂടെ വേറെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടെ ഇവിടെ നടിച്ചു പൊളിച്ചിരിക്കും, സംസാരിക്കും. പക്ഷേ എങ്കിൽ പിന്നെ ഇടയ്ക്ക് അവർ തനിച്ചും വരാറുണ്ട്. അങ്ങനെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. അവര് അല്ലെങ്കിൽ ഒരു SI അങ്ങനെ ഒരു രീതിയിലുള്ള പെരുമാറ്റം അല്ല പെരുമാറുന്നത്. അവരുടെ നല്ല അടുപ്പമുള്ളവരെ പോലെ ഒരുമാതിരി പ്രണയിക്കുന്നവരെ പോലെയുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആന്ന് പറഞ്ഞു. എന്താണ് ഒരു കാര്യം ഉറപ്പാ സാറേ, അവർ തമ്മിൽ നല്ല ഇഷ്ടത്തിൽ തന്നെയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതെ, ഞാനിവിടെ വന്ന് ഈ കാര്യങ്ങളൊന്നും ചോദിച്ച കാര്യം അന്വേഷിച്ച കാര്യമൊന്നും ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും അനിയും നന്ദൊന്നും ഇല്ല സാറേ, ഞാൻ അവരോട് ആരോടും ഒന്നും പറയില്ല എന്ന് അയാൾ ഉറപ്പ് കൊടുത്തു. പിന്നീട് നവീൻ കാറിൽ പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. അത് നന്ദു അനിയുടെ ബൈക്കല്ലേ? പിന്നെ നന്ദു ഉണ്ടല്ലോ. അങ്ങനെ അവരെ ഫോളോ ചെയ്ത് പോവാണ്. അവര് നേരെ ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടേക്ക് പോകുന്ന കണ്ട് കഴിഞ്ഞപ്പോ തന്നെ നവീന് സഹിച്ചില്ല. നവീൻ എന്ത് ചെയ്തു, പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോയിട്ട് അവിടെ കാർ ഒതുക്കിയിട്ട് നോക്കുവാണ്. ഈ സമയത്ത് നന്ദു അനിയും കൂടെ കൈ കോർത്ത് പിടിച്ച് അതിലൂടെ നടന്നു വരുന്ന കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നവീന്റെ ഉള്ളൊന്ന് പൊള്ളി. നവീന് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം നവീൻ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാഴ്ചയായിരുന്നില്ലത്. പെട്ടെന്ന് നവീൻ ഓർത്തു, എന്താ ചെയ്യണ്ടേ? അവർ തമ്മിലുള്ള അടുപ്പതം അത് ഇത്ര വലിയ ഇതായിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ സമയം അനിയനോട് നന്ദു പറഞ്ഞു, എടാ, നീ ഇങ്ങനെ കയ്യെ പിടിച്ച് നടക്കുന്ന ഒരു SIയുടെ കയ്യെ പിടിച്ച് ഇങ്ങനെ നടക്കണമെന്ന് ഓർമ്മ വേണം. പിന്നെ ഒരു SI വന്നിരിക്കുന്നു. അതെ, ഇപ്പൊ നീ SI ഒന്നുമല്ല,
നീ എൻ്റെ നന്ദു മാത്രമാന്ന് പറഞ്ഞു. ഇപ്പം നമ്മളിങ്ങനെ കൈ പിടിച്ചോളം നടന്നു നിർത്തും, ഒന്നും സംഭവിക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നവീൻ ആകെപ്പാ ടെൻഷനായി. അവിടേക്ക് ചെന്നാലോ എന്നോർത്തു. വേണ്ട, അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അവര് കാണണ്ട തൽക്കാലത്തേക്ക്. താൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. താൻ അറിഞ്ഞെന്ന് അവർ കരുതുകയും ചെയ്യും. അതുകൊണ്ട് വേണ്ടാന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറി അവിടെ ഇരുന്ന് കുറച്ച് സമയം കൂടെ നോക്കുവാണ്. ആ സമയം നന്ദു അനിയും കൂടെ എന്ത് ചെയ്തു, കുറച്ചപ്പുറത്ത് മാറിപ്പോയി ഇരിക്കുന്ന കണ്ടു. തോളൊരുമിരിക്കുന്ന ആ കാഴ്ച കൂടെ കണ്ടു കഴിഞ്ഞപ്പം നവീൻ ഒട്ടും സഹിച്ചില്ല. പിന്നീട് നവീൻ വീട്ടിലേക്ക് തിരികെ പോരുവാണ്. ഈ സമയത്ത് അനിയോട് നന്ദു പറഞ്ഞു, എടാ എനിക്ക് നല്ല ഭയമുണ്ട്. വീട്ടിൽ എന്താണെങ്കിലും നവീനെ നീ ആലോചനയായിട്ട് ചെല്ലും. എടി അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എടാ അങ്ങനെ ചെന്നിട്ടുണ്ടെ പിന്നെ വീട്ടുകാർ വെറുതെ ഇരിക്കുവോ? ഒരു കാര്യം ചെയ്താലോ നമുക്ക്, എന്താ നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ഓടിപ്പോവാൻ എങ്ങോട്ട്? അതൊന്നും എനിക്കറിയത്തില്ല. ഒരു വള്ളം കിട്ടുവാണെങ്കിൽ നമുക്ക് തുഴഞ്ഞു പോവായിരുന്നു എങ്ങോട്ടേലും. അതിന് നിനക്ക് തുഴയാനൊക്കെ അറിയാവോ? തുഴയാനൊന്നും അറിയത്തില്ല, പക്ഷേ സ്വല്പം നീന്തൽ അറിയാന്ന് പറഞ്ഞു. അതെ, ഇനി എങ്ങാനും വെള്ളം മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നീന്തി രക്ഷപ്പെടാന്ന് ഓർത്തായിരിക്കും. ഒന്നും മിണ്ടാതെ പോയിക്കോ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് നന്ദു ദേഷ്യപ്പെടുവാണ്. നിനക്കെല്ലാം തമാശയാ, എനിക്കല്ലേ എന്റെ കാര്യം അറിയത്തുള്ളൂ. വീട്ടിലേക്ക് എങ്ങനെ ചെല്ലണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം നവീനേന്റെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എടി അതിന് നവീന്റെ അമ്മയ്ക്ക് ഈ പോലീസുകാരെ അങ്ങനെയൊന്നും ഒട്ടും ഇഷ്ടമില്ലല്ലോ. എടാ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും ചിലപ്പം നവീനേണ്ട നിർബന്ധത്തിന് വഴങ്ങി അവർ സമ്മതിച്ചാലോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴാ പേടി. നീ വിഷമിക്കുമെന്നും വേണ്ട, എന്തെങ്കിലും ഒരു പോംവഴി തെളിയാതിരിക്കില്ല എന്ന് പറഞ്ഞു. എടാ ചിലപ്പോൾ ഇതിന്റെ പേരിലായിരിക്കും രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ അകലാനായിട്ട് പോകുന്ന, നീയും നവീനേട്ടനും കൂടെ. അത് നിനക്ക് ഓർമ്മ വേണമെന്ന് പറഞ്ഞു. എനിക്കൊക്കെ അതറിയാടി, അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ചോണ്ടായിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നവീൻ നിന്നെ കാണാൻ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകുന്നുണ്ടെന്ന് അറിയാവോ? അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഈ കാരണം കൊണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ നീ ഉണ്ടെന്നുള്ളത് എനിക്കറിയാവല്ലോ. ആ ബർത്ത്ഡേക്ക് തന്നെ അവൻ കേക്ക് കട്ട് ചെയ്ത് നിനക്ക് തന്നറിഞ്ഞപ്പം എന്റെ നെഞ്ചു പൊട്ടാനുള്ള കാരണം അതൊക്കെ തന്നെയാ. പക്ഷെ നിന്നോടെന്നാ എനിക്കത് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. സമയം നവീൻ ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലാണെങ്കിൽ കൊടുമ്പുരി കൊണ്ട ചർച്ചയിലായിരുന്നു. സഹദേവനും നരസിംഹ വക്കീലും പത്മയും കൂടെ സംസാരത്തിലാ. നരസിംഹ പറഞ്ഞു, ഇനിയിപ്പൊ ആരായിരിക്കും അവന്റെ മനസ്സിലുള്ള പെൺകുട്ടി? സഹദേവൻ പറഞ്ഞു, എനിക്ക് തോന്നേ ആ കനകയുടെ മോളാന്ന് തോന്നേ, ആ SI ഉണ്ടല്ലോ. അത് കേട്ടപ്പോ പത്മ പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അച്ഛാ. അങ്ങനെ എന്തേലും ആണെങ്കിൽ ഞാൻ സമ്മതിക്കുവാന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അപ്പോഴാണ് നവീന്റെ വരവ്. നവീൻ അവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പത്മ ചോദിച്ചു, നീ എന്താടാ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് കയറി പോന്നേ? നിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. നരസിംഹ വക്കീൽ ചോദിച്ചു, എടാ മോനെ, നിന്റെ മനസ്സിലുള്ള ആ കനകയുടെ മോളെങ്ങാനും ആണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവീൻ ചോദിച്ചു, ആണെങ്കിൽ ആ ബന്ധം നടക്കാൻ പോകുന്നില്ല എന്ന് പത്മ ചാടി എഴുന്നേറ്റോട് പറഞ്ഞു. അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഇനി പോയി ഞെട്ടലോടുകൂടി നവീൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.